നമസ്കാരം. PM ശ്രീ പദ്ധതിയിൽ ഒടുവിൽ പിണറായി സർക്കാർ നാടകം അവസാനിപ്പിച്ച് CPIക്ക് മുന്നിൽ മുട്ടും അടക്കിയിരിക്കുകയാണ്. പിണറായി വലിയ ബിൽഡപ്പ് ചർച്ചയൊക്കെ നടത്തിയിട്ടും അവസാനം പിണറായി CPI പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന സ്ഥിതിയിലെത്തി മുട്ടുമടക്കുകയും ചെയ്തു. ഇനി കാര്യത്തിലേക്ക് വരാം. PM ശ്രീ പദ്ധതിയിൽ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. തീരുമാനം CPI ദേശീയ സെക്രട്ടറി D രാജയെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും അറിയിച്ചു കഴിഞ്ഞു. CPI സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തലസ്ഥാനത്ത് ഇല്ലാത്ത അംഗങ്ങളോട് ഓൺലൈനിലൂടെ പങ്കെടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ തീരുമാനത്തിന് അനുകൂല നിലപാടാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റിനുള്ളത്. കേന്ദ്രത്തിന് അയക്കുന്ന കത്ത് മാധ്യമങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം CPMന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ സർക്കാർ തീരുമാനം മാധ്യമങ്ങളോട് പറയണമെന്നുള്ള നിലപാട് കൂടിയാണ് CPIക്കുള്ളത്. സമവായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. CPI മന്ത്രിമാർ യോഗത്തിന് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ പട്ടിക തയ്യാറാക്കലടക്കം PM ശ്രീയുടെ തുടർ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാരണാപത്രം റദ്ദാക്കാതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നാണ് CPI മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നത്. ഇതോടെയാണ് CPM കീഴടങ്ങിയത്. എന്തായാലും വീണുകിട്ടിയ അവസരം മാക്സിമം മുതലാക്കുകയാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ലക്ഷ്യം. പിണറായി സർക്കാരിന്റെ നെഞ്ചത്ത് കയറിയ സ്വർണ്ണക്കുരിശിനെ വോട്ടാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ്. പിണറായിയുടെ അഴിമതി കോൺഗ്രസിന്റെ പെട്ടിയിലെ വോട്ടായി മാറുമെന്ന കാര്യം കോൺഗ്രസിന് ഏതാണ്ട് ഉറപ്പായി. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഏറിയ നാൾ മുതൽ സാക്ഷാൽ കുരിശായി മാറിയിരിക്കുകയാണ് സ്വർണം. ആദ്യം സ്വർണ്ണക്കടത്താണെങ്കിൽ ഇപ്പോ അത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ഈ വിവാദങ്ങളിൽ നിന്നും തൽക്കാലം തലയുരാനാണ് കണ്ടെത്തിയ മറ്റൊരു വഴിയായിരുന്നു ഈ PM ശ്രീ പദ്ധതി. അവസാനം ആ നാടകത്തിനും ഇപ്പോൾ തിരശ്ശീല വീണു. പിണറായി സർക്കാരിന്റെ ഈ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂല സാഹചര്യമാണ് ഒരുക്കുന്നതെന്നാണ് KPCC നേതൃത്വം ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്ലാനിങ്ങിൽ മാറ്റം വരുത്തുവാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഒരുമിച്ച് നീങ്ങുവാനും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും നിർദ്ദേശമുള്ളത്. കേരളത്തിലെ പാർട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിനായി ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം താഴെത്തട്ടിൽ സർക്കാരിന് എതിരായി എന്നത് സംസ്ഥാന നേതൃയോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും പറയാം. KPCCയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനോടും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് എതിർപ്പുകളെല്ലാം മാറ്റിവെച്ച് സഹകരിക്കാനാണ് സതീശന് നൽകിയ നിർദ്ദേശവും. അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹൈക്കമാൻഡിനോട് സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട്. പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡിന് സതീശൻ ഉറപ്പു നൽകി. തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. KPCC പരിപാടികൾ VD സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ ഉണ്ടായത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിച്ച് മുന്നോട്ടു കൊണ്ടുപോകണമെന്നാണ് ചർച്ചകളിലുണ്ടായ തീരുമാനമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു മുരളീധരന്റെ പ്രതികരണം വന്നത്. രാഹുൽ ഗാന്ധി, ഖാർഗെ എന്നിവർ പങ്കെടുത്ത ചർച്ചയിൽ ദീർഘനേരം നീണ്ടുനിന്നിരുന്നു. ഉണ്ടായത് പോസിറ്റീവ് ചർച്ചകളാണെന്നും ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നുവെന്നും നേതാക്കളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രശ്നപരിഹാരങ്ങൾ രാഹുൽ ഗാന്ധിയും ഖാർഗെയും അറിയിച്ചുവെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ ഏറാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അണിയറയിൽ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച